ഹായ്, വെൽക്കം ടു ഷൈൻസ് യാർൺ ആർട്ട്. എൻ്റെ പേര് ഷൈനി. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് ഓർണമെൻറ്റ് സീരീസ് ആണ്. ഇന്ന് ക്രിസ്മസ് ഓർണമെൻറ്റ് സീരീസിലെ ലാസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാമോ? ക്രിസ്മസ് ബെല്ലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ബെല്ലാണ് കേട്ടോ. ഞാൻ ചെറിയ ബെല്ലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ബെല്ലും ചെയ്യാം. സിംഗിൾ ക്രൂഷേ, ഹാഫ് ഡബിൾ ക്രൂഷേ, ഡബിൾ ക്രൂഷേ ഇത് മാത്രം യൂസ് ചെയ്താണ് ഞാൻ ഈ ബെല്ല് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ക്രൂഷേ മെയിൻ സ്റ്റിച്ചായിട്ട് വരും. ഡബിൾ ക്രൂഷേ ബോയിൽ മാത്രം, ഹാഫ് ഡബിൾ ക്രൂഷേ ഓർഡറിലേക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ ബെല്ലിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഹാഫ് ഡബിൾ ക്രൂഷേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ക്രിസ്മസ് ബെൽ. പിന്നെ ഞാൻ ഈ ഉള്ളിലായിട്ട് ചെറിയൊരു മെറ്റലിൻ്റെ ബെല്ലും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഇതാണ്ട് കാണാമോ നിങ്ങൾക്ക്? ചെറിയ ബെല്ല് കണ്ടോ? ചെറിയ ബെല്ല് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ശബ്ദമൊക്കെ ഉള്ളൊരു ബെല്ലാണേ. ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ഓർണമെൻറ്റ്സ് ആണ് ഈ സീരീസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ ബെല്ല് ചെയ്യേണ്ടത് നോക്കാൻ പോകാം. അതിനു മുന്നേ തന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഈ ബേസിക് സ്റ്റിച്ചസ്, ക്രൂഷയുടെ ബേസിക് സ്റ്റിച്ചസ് ഒക്കെ പഠിച്ചിട്ട് വേണം ഓരോരോ പാറ്റേണും ചെയ്ത് നോക്കാനായിട്ട്. ക്രൂഷേ ഫോർ ബിഗിനേഴ്സ് എന്നൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. നിങ്ങൾക്ക് ചാനലിൽ കയറി പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതിയാകും. ക്രൂഷേ ഫോർ ബിഗിനേഴ്സ് എന്നൊരു പേരിൽ ഞാൻ ക്രൂഷയുടെ ബേസിക് സ്റ്റിച്ചസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ആ ബേസിക് സ്റ്റിച്ചസ് ഒക്കെ പഠിച്ചിട്ട് വേണം നിങ്ങൾ ഓരോരോ പാറ്റേണും ചെയ്ത് നോക്കാനായിട്ട്. എന്നാലേ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഓരോരോ വീഡിയോയിലും ബേസിക് സ്റ്റിച്ചസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ വീഡിയോസ് ഒരുപാട് ലെങ്ത് ആയിപ്പോകും. ബേസിക് സ്റ്റിച്ചസ് ഞാൻ സ്റ്റെപ്പ് ബൈ ആയിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യാൺ എങ്ങനെയാണ് നമ്മുടെ ഫിംഗേഴ്സിൽ ഹോൾഡ് ചെയ്യുന്നത് തൊട്ട് എല്ലാം ഞാൻ ആ ക്രൂഷേ ഫോർ ബിഗിനേഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ കയറി എല്ലാ സ്റ്റിച്ചസും പഠിച്ചിട്ട് വേണം ഓരോരോ പാറ്റേണും ചെയ്ത് നോക്കാനായിട്ട്. ഇന്നത്തെ ലാസ്റ്റ് എപ്പിസോഡാണ്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ വളരെ ഭംഗിയുള്ള ഒരു ഓർണമെൻ്റാണ് ചെയ്യുന്നത്. ബെല്ലാണ്, ക്രിസ്മസ് ബെല്ലാണ്. ഇത് ഞാൻ ചെറുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലുതായിട്ട് വേണമെങ്കിലും ചെയ്യാം. വലുതായിട്ട് ചെയ്യാനായിട്ട് റൗണ്ടിനെ വലുതാക്കിയാൽ മതിയാകും. റൗണ്ട് വലുതാക്കാനായിട്ട് സ്റ്റിച്ച് ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. അതും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആമിഗുരുമി എന്ന പ്ലേലിസ്റ്റിൽ കയറിയാൽ മതിയാകും. ക്രൂഷേ ബോൾ ചെയ്യുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് റൗണ്ട് വലുതാക്കുന്നത്, അതായത് സ്റ്റിച്ച് ഇൻക്രീസ് ചെയ്ത് എങ്ങനെയാണ് റൗണ്ട് വലുതാക്കുന്നതെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് ക്രൂഷേ ഫോർ ബിഗിനേഴ്സും ആമിഗുരുമി രണ്ട് പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ക്രിസ്മസ് ബെൽ ചെയ്യേണ്ടതെന്ന് നോക്കാൻ പോകാം. ആദ്യം ക്രിസ്മസ് ബെല്ല് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് യാണാണ്. ഞാനിവിടെ 2 കളർ യാണാണ് എടുത്തിരിക്കുന്നത്. ബ്ലൂ ആൻഡ് യെല്ലോ കളർ യാണാണ് എടുത്തിരിക്കുന്നത്. ബ്ലൂ കളർ യാണ് ഞാൻ കോട്ടൺ യാണും യെല്ലോ കളർ അക്രലിക് യാണുമാണ് എടുത്തിരിക്കുന്നത്. 4 പ്ലൈ ആണ് എടുത്തിരിക്കുന്നത്. മെയിൻ കളർ ഏത് യാണ് വേണമെങ്കിലും യൂസ് ചെയ്യാം. യെല്ലോ കളറിന് യെല്ലോ കളർ തന്നെ വേണം കേട്ടോ. നമ്മൾ ബോയ്ക്ക് വേണ്ടിയിട്ടാണ് യെല്ലോ കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളർ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഹുക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 2.5 mm സൈസ് ഹുക്കാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സിസർ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സ്റ്റിച്ച് മാർക്കർ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ മെറ്റൽ ബെല്ലാണ് കേട്ടോ. ബെല്ലിന്റെ താഴെയായിട്ട് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ മെറ്റൽ ബെൽ എടുത്തിട്ടുള്ളത്. ഈ മെറ്റൽ ബെൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് യാൺ നീഡിൽ. ലാസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഗ്ലൂ ഗൺ ആണ്. ഇത്രയും തിങ്സ് ആണ് ക്രിസ്മസ് ബെല്ല് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ നമുക്കിനി ബെല്ല് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ പോവാം. ക്രൂഷേ ബെല്ല് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലൂ കളർ യാണാണ്. മെയിൻ കളറാണ് ബ്ലൂ കളർ.
ബ്ലൂ കളർ യാണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ യാൺ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം യാണിനെ ഇങ്ങനെ പിടിക്കണം. നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്നത് വർക്കിംഗ് സൈഡും ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ടൈൽ സൈഡുമാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് മാജിക് റിംഗ് ആണ്. മാജിക് റിംഗ് ചെയ്യാം. നമുക്ക് ചെറിയൊരു മാജിക് റിംഗ് ചെയ്താൽ മതിയാകും. മാജിക് റിംഗ് ചെയ്തു. ഇതാണ് മാജിക് റിംഗ്. ഇനി നമ്മൾ ഈ റിങ്ങിനുള്ളിൽ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷ്യ ആണ്. 6 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 6 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഈ റിങ്ങിനെ ക്ലോസ് ചെയ്യണം. റിങ്ങിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈൽ സൈഡിനെ പിടിച്ച് വലിച്ചാൽ മതിയാകും. റിങ് ക്ലോസ് ആയിക്കോളും. നല്ലതുപോലെ റിങ്ങിനെ ടൈറ്റ് ചെയ്യണം. ടൈൽ സൈഡിനെ പിടിച്ച് വലിച്ച് നല്ലതുപോലെ തന്നെ റിങ്ങിനെ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്ത് വേണം ക്ലോസ് ചെയ്യാനായിട്ട്. ചെറിയൊരു ഹോള് പോലും കാണാൻ പാടില്ല. അത്രത്തോളം നല്ലതുപോലെ വലിച്ചാൽ മതിയാകും. നല്ലതുപോലെ ടൈറ്റ് ആയിക്കോളും. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് നമുക്കിനി ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് വേണം ക്ലോസ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ക്ലോസ് ആയിട്ടുണ്ട്. ചെയിൻ വൺ ഇടണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യയാണ്. നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിന് വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട. സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിൻ്റെ കൗണ്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ സ്റ്റിച്ച് മാർക്കർ എടുത്ത് സ്റ്റിച്ചിനെ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ ചെയിനോണിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല സ്റ്റിച്ച് മാർക്കർ ഇല്ലെങ്കിലും. സ്റ്റിച്ച് മാർക്കർ ഇല്ലാതെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് ഫസ്റ്റ് സ്റ്റിച്ചിനെ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ, ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഫ്രണ്ട് ലൂപ്പിൽ സിംഗിൾ. സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇൻക്രീസിങ് ആണ് കേട്ടോ. ഓരോരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ഇങ്ങനെ വേണം കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഓരോരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഓരോരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് നമുക്ക് സെക്കൻഡ് റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. സെക്കൻഡ് റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു സ്റ്റിച്ചിലും കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും ഇൻക്രീസ് ചെയ്യാം. സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 12 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക. ഇനി സെക്കൻഡ് റൗണ്ടിനെ നമുക്ക് ക്ലോസ് ചെയ്യണം. സെക്കൻഡ് റൗണ്ടിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് സെക്കൻഡ് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് സെക്കൻഡ് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് തേർഡ് റൗണ്ടാണ്. ആദ്യം ഒരു ചെയിൻ ഇടണം. ചെയിൻ ഇട്ടിട്ട് തേർഡ് റൗണ്ടും ഇൻക്രീസിങ് റൗണ്ടാണ്. തേർഡ് റൗണ്ടിൽ നമ്മൾ ഈ സെക്കൻഡ് റൗണ്ടിനേക്കാൾ കുറച്ചുകൂടി റൗണ്ട് ഒന്ന് വലുതാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ തേർഡ് റൗണ്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ.
ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ടാൽ മതി. സെക്കൻഡ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഇതൊരു സെറ്റാണ് കേട്ടോ. അങ്ങനെ നമുക്ക് 6 ടൈംസ് ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ സെയിം സ്റ്റിച്ചിൽ ചെയിൻ സ്റ്റിച്ച് ഇട്ട സെയിം സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് മാർക്ക് തെറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. തേർഡ് റൗണ്ട് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ നെക്സ്റ്റ് സ്റ്റിച്ചിൽ എന്തൊന്നാണ് ഇത്? ഫസ്റ്റ് സ്റ്റിച്ചാണ്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ. സെക്കൻഡ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ എന്താണ് ചെയ്യേണ്ടത്? ഇൻക്രീസിങ് ആണ്. 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ തേർഡ് റൗണ്ട് ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇതൊരു സെറ്റാണ്. സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇങ്ങനെ വേണം തേർഡ് റൗണ്ട് കണ്ടിന്യൂ ചെയ്യേണ്ടത്. തേർഡ് റൗണ്ട് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് തേർഡ് റൗണ്ടിന്റെ എൻഡിലെത്തുമ്പോൾ കാണാം. തേർഡ് റൗണ്ടിന്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ഇത് തേർഡ് റൗണ്ടിന്റെ ലാസ്റ്റ് സെറ്റാണ്. സിംഗിൾ ക്രോഷ്യയും ഇൻക്രീസും ചെയ്യാനുണ്ട്. ഫസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 18 സ്റ്റിച്ചസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി തേർഡ് റൗണ്ടിന് നമുക്ക് ക്ലോസ് ചെയ്യണം. തേർഡ് റൗണ്ടിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് തേർഡ് റൗണ്ടിനെ ക്ലോസ് ചെയ്യാം. തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർത്ത് റൗണ്ടാണ്. ഫോർത്ത് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 1 ഇടണം. ചെയിൻ 1 ഇട്ടിട്ട് ഇനി നമ്മൾ ഇൻക്രീസ് ഒന്നും ചെയ്യുന്നില്ല. ഇൻക്രീസിങ് വന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഓരോരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്താൽ മതി. ടോട്ടലായിട്ട് 18 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഓരോരോ സിംഗിൾ ക്രോഷ്യയിലും സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്താൽ മതി. 4th to 9th റൗണ്ട് വരെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യുന്നത്. ടോട്ടലായിട്ട് 18 സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഫോർത്ത് റൗണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോരോ സ്റ്റിച്ചിലും ഓരോരോ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നമുക്ക് ഫോർത്ത് റൗണ്ടിന്റെ എൻഡിലെത്തുമ്പോൾ കാണാം. ഫോർത്ത് റൗണ്ടിന്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴും നമുക്ക് 18 സിംഗിൾ ക്രോഷ്യ ആണ് ഉണ്ടാവുക. ഫോർത്ത് റൗണ്ടിന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫോർത്ത് റൗണ്ടിന് ക്ലോസ് ചെയ്യണം. ഇനി ഫിഫ്ത്ത് റൗണ്ടിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യുന്നത്. ഇനി 4th to 9th റൗണ്ട് വരെ, 4th റൗണ്ട് തൊട്ട് 9th റൗണ്ട് വരെ നമ്മൾ സിംഗിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യുന്നത്. 5th റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? സിംഗിൾ ക്രോഷ്യ മാത്രമാണ്. ഓരോരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യുന്നത്. ഓരോരോ റൗണ്ട് എൻഡ് ആകുമ്പോഴും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്യണം. ഓരോരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യുന്നത്. 5th, 6th, 7th, 8th, 9th 3 റൗണ്ട് നമ്മൾ 9th റൗണ്ട് വരെയും നമ്മൾ ഓരോരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യുന്നത്. സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യണം. 9th റൗണ്ട് വരെ സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഓരോരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യേണ്ടത്. ഓരോരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നമുക്ക് 9th റൗണ്ടിന്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 9th റൗണ്ടിന്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാനുണ്ട്. അതിലും കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക്
9th റൗണ്ടിനെ ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 9th റൗണ്ടിനെ ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 10th റൗണ്ടാണ്. ചെയിൻ 1 ഇട്ടിട്ട് 10th റൗണ്ട് ചെയ്യാം. 10th റൗണ്ടും ഇൻക്രീസിങ് റൗണ്ടാണ്. 10th റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് സ്റ്റിച്ച് സെയിം സ്റ്റിച്ചിൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രൂഷ്യേ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ് 2 സിംഗിൾ ക്രൂഷ്യേ. ഇങ്ങനെയാണ് 10th റൗണ്ട് നമ്മൾ ചെയ്യുന്നത്. 3rd റൗണ്ട് ചെയ്തതുപോലെയാണ് 10th റൗണ്ടും ചെയ്യുന്നത്. ആദ്യം നമുക്ക് സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രൂഷ്യേ ചെയ്യാം. സിംഗിൾ ക്രൂഷ്യേ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ച് സെക്കൻഡ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രൂഷ്യേ ഇൻക്രീസ് ചെയ്യുവാണ്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രൂഷ്യേ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ എന്താണ് ചെയ്യുന്നത്? സിംഗിൾ ക്രൂഷ്യേ ഇൻക്രീസ്. ഇതൊരു സെറ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രൂഷ്യേ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ചെയ്യേണ്ടത് സിംഗിൾ ക്രൂഷ്യേ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രൂഷ്യേ ഇൻക്രീസ്. അപ്പോൾ 10th റൗണ്ട് നമ്മൾ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇനി ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രൂഷ്യേ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രൂഷ്യേ ഇൻക്രീസ്, നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രൂഷ്യേ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രൂഷ്യേ ഇൻക്രീസ്. ഇങ്ങനെ വേണം 10th റൗണ്ട് ചെയ്യാനായിട്ട്. ഈ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ട് 10th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 10th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു സെറ്റും കൂടി ചെയ്യാനുണ്ട്. സിംഗിൾ ക്രൂഷ്യയും സിംഗിൾ ക്രൂഷ്യേ ഇൻക്രീസും അതും കൂടി ചെയ്യാം നമുക്ക്. റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി 10th റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 10th റൗണ്ടിനെ നമുക്ക് ക്ലോസ് ചെയ്യാം. 10th റൗണ്ടും കംപ്ലീറ്റ് ആയി. 10th റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ടോട്ടലായിട്ട് 26 സിംഗിൾ ക്രൂഷ്യസ് ഉണ്ടായിരിക്കും. 26 സിംഗിൾ ക്രൂഷ്യസ് ഉണ്ടായിരിക്കും. ഇനി 11th റൗണ്ടാണ്. 11th റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ചെയിൻ 1 ഇടണം. ചെയിൻ 1 ഇട്ടിട്ട് 11th റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രൂഷ്യേ. ഓരോരോ സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രൂഷ്യേ മാത്രമാണ് ചെയ്യുന്നത്. ഇൻക്രീസോ ഒന്നും ചെയ്യുന്നില്ല. ഹാഫ് ഡബിൾ ക്രൂഷ്യേ മാത്രമാണ് ചെയ്യുന്നത്. ടോട്ടൽ 26 ഹാഫ് ഡബിൾ ക്രൂഷ്യേ ചെയ്യട്ടോ. ഓരോരോ സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രൂഷ്യേ ചെയ്യണം. നമുക്കിനി ഇതുപോലെ ഓരോരോ സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രൂഷ്യേ ചെയ്തിട്ട് 11th റൗണ്ടിന്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 11th റൗണ്ടിന്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് 2 സ്റ്റിച്ചസിലും കൂടി ഹാഫ് ഡബിൾ ക്രൂഷ്യേ ചെയ്യാനുണ്ട്. അതും കൂടി ചെയ്യാം. റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 11th റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴും ടോട്ടലായിട്ട് 26 ഹാഫ് ഡബിൾ ക്രൂഷ്യസ് ആണ് ഉണ്ടാവുക. ഇനി 11th റൗണ്ടിനെ നമുക്ക് ക്ലോസ് ചെയ്യാം. 11th റൗണ്ടിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രൂഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 11th റൗണ്ടിനെ നമുക്ക് ക്ലോസ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബെല്ല് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയിൻ 1 ഇട്ടിട്ട് യാണ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് യാണ് വിട്ട് കട്ട് ചെയ്യാം. ഈ യാണിനെ പുറത്തെടുത്തിട്ട് നല്ലതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്യണം. ഓക്കെ, നല്ലതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് ഇനി യാണീഡിലെടുത്ത് യാണിനെ കോർത്ത് നമുക്കിനി ഈ യാണിനെ സെക്യൂർ ചെയ്യണം. ബാക്കിലോട്ട് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്യണം.
ആയിട്ട് ചെയ്യുന്ന ഒരു ബെല്ലാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്, ഈ നമ്മളിവിടെ ഹാങ്ങിങ് കൊടുക്കുമല്ലോ, റിങ് കൊടുക്കുമല്ലോ, ഹാങ് ചെയ്യാൻ വേണ്ടി റിങ് കൊടുക്കുമ്പോൾ നമുക്കൊരു ബോ കൂടി അതിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോ ചെയ്യണം. ബോ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് യെല്ലോ കളർ യാണാണ്. കോട്ടൺ ഓർ അക്രലിക് യാൺ, ഏത് യാൺ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. യെല്ലോ കളർ യാൺ എടുക്കുക. യെല്ലോ കളർ യാൺ എടുത്തിട്ട് ചെറിയൊരു മാജിക് റിങ് ചെയ്യണം. മാജിക് റിങ് ചെയ്തിട്ട് ചെയിൻ 2 1 2 ആദ്യം ഇട്ട് മാജിക് റിങ് ചെയ്ത സമയത്ത് ഇട്ട ഈ നോട്ടിനെ ചെയിൻ 1 ആയിട്ട് അസ്യൂം ചെയ്യണം. നെക്സ്റ്റ് നമ്മളിട്ട 2 ചെയിൻ, അങ്ങനെ ടോട്ടൽ നമ്മൾ 3 ചെയിൻ ആണ് കേട്ടോ. 3 ചെയിൻ ഇട്ടിട്ടുണ്ട്. ഈ 3 ചെയിനെയും ഫസ്റ്റ് ഡബിൾ ക്രൂഷ്യ ആയിട്ട് അസ്യൂം ചെയ്യണം. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ റിങ്ങിനുള്ളിൽ ചെയ്യാൻ പോകുന്നത് 2 ഡബിൾ ക്രൂഷ്യ ആണ് കേട്ടോ. 2 ഡബിൾ ക്രൂഷ്യ 1 2. നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു ബോ ആണ്, ചെറിയൊരു ബെല്ലല്ലേ, അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ബോയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് 3 ചെയിൻ ഇട്ടിട്ട്, നെക്സ്റ്റ് 3 ചെയിൻ ഇട്ടിട്ട് 1 2 3 3 ചെയിൻ ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. 3 ചെയിൻ ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ക്ലോസ് ഒന്നും ചെയ്യുന്നില്ല, റിങ് ക്ലോസ് ഒന്നും ചെയ്യുന്നില്ല, കണ്ടിന്യൂ ചെയ്യാണ്. ഓപ്പോസിറ്റ് സൈഡ് കണ്ടിന്യൂ ചെയ്യാണ്. ആദ്യം ഈ റൈറ്റ് സൈഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ലെഫ്റ്റ് സൈഡാണ്. ചെയിൻ 3 1 2 3 ചെയിൻ 3 ഇട്ടിട്ട് 2 ഡബിൾ ക്രോഷ്യ 2 ഡബിൾ ക്രോഷ്യ 1 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ചെയിൻ 3 1 2 3 ചെയിൻ 3 ചെയ്തിട്ട് റിങ്ങിനുള്ളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇനി ടെയിൽ സൈഡിനെ വലിച്ചിട്ട് റിങ്ങിനെ ക്ലോസ് ചെയ്യണം. നല്ലതുപോലെ വലിച്ച് ക്ലോസ് ചെയ്യണം. ചെയിൻ 1 ഇട്ടിട്ട് യാൺ സെക്യൂർ ചെയ്യാനാണ് ചെയിൻ 1 ഇട്ടിട്ട് യാണിനെ കുറച്ച് നീളത്തിലെടുത്ത് കട്ട് ചെയ്യണം. സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് ഈ യാണിനെ പുറത്തെടുക്കുക. ഈ യാണിനെ ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടി യാൺ നീഡിൽ എടുക്കണം. യാൺ നീഡിലെടുത്ത് യാണിനെ കോർത്തിട്ട് നമുക്ക് സെക്യൂർ ചെയ്യാം. ബോ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു ബോയാണ് കേട്ടോ. ഇനി നമുക്ക് ബോ വന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഇനിയും ഒരു ബോ കൂടി ചെയ്യണം കേട്ടോ. സെയിം പാറ്റേണിൽ തന്നെ വേറൊരു ബോ കൂടി ചെയ്യണം. നമുക്ക് 2 ബോ വേണം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെയ്തിട്ട് ഒരു ബോ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 ബോയാണ് ആവശ്യമുള്ളത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബെല്ലിനെ നമുക്ക് ട്രീയിൽ ഹാങ് ചെയ്യേണ്ടി. അപ്പോൾ ആ ഹാങ് ചെയ്യാനുള്ള റിങ് വേണം ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് യാൺ, ബ്ലൂ കളർ യാൺ തന്നെ കുറച്ച് യാൺ എടുത്തിട്ട് യാൺ നീഡിൽ കോർത്തിട്ട് ഈ ബെല്ലിൻ്റെ ഉള്ളിൽ കൂടി നീഡിലിനെ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്ത് കുറച്ച് യാൺ ഇവിടെ പുറത്ത് നിൽക്കട്ടെ. സെയിം ഇതിൽ കൂടെ തന്നെ വീണ്ടും കുത്തി പുറത്തെടുക്കണം. ഇവിടെയാണ് നമ്മൾ ഈ ട്രീയിൽ ഹാങ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എത്ര നീളം വേണോ അതിനനുസരിച്ചിട്ട് നമ്മളുടെ ലെങ്തിനനുസരിച്ച് ഇവിടെ വിട്ടാൽ മതിയാകും. നെക്സ്റ്റ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ബെല്ലിൻ്റെ ഈ
ഈ താഴെ വന്ന് ഒരു മെറ്റൽ ബെൽ ഹാങ്ങിങ് കൊടുക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇതുപോലത്തെ മെറ്റൽ ബെൽ ഹാങ്ങിങ് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രസമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതിനെ കട്ട് ചെയ്യാം. ബാലൻസ് ചെയ്യാണിനെ കട്ട് ചെയ്തിട്ട് ഈ നോട്ട് മുകളിലോട്ട് പോകുന്നത് പോലെ വയ്ക്കാവേ. അപ്പോൾ അവിടെ മുകളിൽ പോയിട്ട് സെക്യൂർ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാകും. മുകളിലും താഴെയും അഡ്ജസ്റ്റ് ചെയ്ത് ഈ നോട്ടിനെ ഈ മുകളിലോട്ട് കൊണ്ടുവരാം. ഇവിടെ എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. എത്ര മതിയാകും അല്ലേ? ഇത്ര മതിയാകും. ഇതുപോലെ ശകലം താഴോട്ട് നിന്നാൽ മതിയായിരിക്കും. ഇതാ ഇങ്ങനെ ബെല്ല് മടക്കുമ്പോൾ ഇതാ ഇത്ര ഇങ്ങനെ. എന്തേന്ന് വെച്ചാൽ മുകളിൽ ഒരു നോട്ട് കൂടി ഇടണേ, ഇവിടെ ഒരു നോട്ട് കൂടി ഇടണേ. അപ്പോൾ ബെല്ല് അങ്ങനെ തന്നെ നിന്നോളും. മുകളിലും താഴോട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോരാത്ത രീതിക്ക് നിന്നോളും. അപ്പോൾ ഇവിടെ കൂടെ ഇങ്ങനെ ഒരു നോട്ട് കൂടി ഇടുവാണെങ്കിൽ അങ്ങനെ സെക്യൂർ ആയി നിന്നോളും ആ മെറ്റൽ ബെല്ല്. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോയിനെ ഇതിൽ ഗ്ലൂ ചെയ്യാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് വേണം ഗ്ലൂ ചെയ്യാനായിട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്മസ് ബെൽ റെഡി ആയിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്. താഴെ ഒരു മെറ്റൽ ബെല്ലും മുകളിൽ ബോയൊക്കെ വെച്ചപ്പോൾ നല്ല രസമുണ്ട്. വലിയ ബെല്ല് ചെയ്യണമെങ്കിൽ റൗണ്ടിനെ സ്റ്റിച്ച് ഇൻക്രീസ് ചെയ്ത് വലുതാക്കിയാൽ മതിയാകും. വലിയ ബെല്ല് ചെയ്യുവാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരിക്കും. ചെറിയ ബെല്ലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് നോക്കിയത്? ക്രിസ്മസ് ബെൽ എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് നോക്കിയത്. നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും, ലൈറ്റ് കളർ അല്ലെങ്കിൽ ഡാർക്ക് കളർ, ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ അറിയിക്കണം. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അതുപോലെ നമ്മുടെ ക്രിസ്മസ് സീരീസും ഉണ്ടാവുകയാണ്. ഇത് ഇന്നത്തെ എപ്പിസോഡ് വന്ന് ലാസ്റ്റ് എപ്പിസോഡാണ്. നമ്മൾ 6 ഓർണമെൻറ്റ്സ് പഠിച്ചു. ക്രിസ്മസ് ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യേണ്ട 6 ഓർണമെൻറ്റ്സ് പഠിച്ചു. ഇനിയും ഉണ്ട്, ഇഷ്ടംപോലെ ഡെക്കറേഷൻസ് ഉണ്ട്. ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്ക് മാത്രമാണ് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. നമുക്ക് പല പല പാറ്റേണിലും ചെയ്യാം. നമ്മൾ ചെയ്ത സ്നോ ഫ്ലേക്സ് ആൻഡ് ബെൽ ബോൾ എല്ലാം വന്ന് നമുക്ക് പല പല പാറ്റേൺസിലും ചെയ്യാം. ആമിഗുരുമി ആയിട്ടും ചെയ്യാം കേട്ടോ. അതായത് സ്റ്റഫ് ചെയ്തും ചെയ്യാം. ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് കുറച്ച് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ക്രിസ്മസ് സീരീസ് ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ഇനി നോർമൽ ആയിട്ടുള്ള നമ്മളെ ക്രൂഷേ ആൻഡ് ആമിഗുരുമി വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഇനി ക്രൂഷയിലും ആമിഗുരുമിയിലും എന്തൊക്കെയാണ്
പഠിപ്പിച്ചു തരേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻസിൽ കൂടെ അറിയിക്കുക. ഞാൻ ഷുവറായിട്ട് അതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ ഇടുന്നതായിരിക്കും. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ആമിഗ്രിമി ചെയ്യാമോ എന്ന്. ഷുവറായിട്ട് ഞാൻ ആമിഗ്രിമി ചെയ്യുന്നതായിരിക്കും. ഇപ്പം വീഡിയോസ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൃഷി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. Wishing all my lovely subscribers a very happy Christmas and a happy New Year. Take care and bye-bye.